സൂപ്പർമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെറി പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതൊരിക്കലും ആളുകൾക്കിടയിൽ അത്ര ക്ലച്ച് പിടിക്കില്ല. അതുപോട്ടെ, നിങ്ങൾക്ക് 5 മിനിറ്റ് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? ഞാനിപ്പോൾ അത് കാണാൻ വരുന്നില്ല. ആ റൂഫിന് മുകളിൽ സൂപ്പർമാൻ എനിക്കായി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. It's a power move. ഇറ്റ്സ് എ പവർ മൂവ്. ഇവൻച്വലി അയാൾ തോൽവി സമ്മതിക്കും. ഞാൻ കരുതുന്നത് പോലെ സാമ്പത്തിക ലാഭത്തിന് മുൻഗണന നൽകുന്ന ഒരാളാണ് അവനെങ്കിൽ ഈ പ്രോഗ്രാം മാറ്റിവെക്കാൻ അവൻ എന്നോട് അപേക്ഷിക്കും. നീ അത് ചെയ്യുമ്പോൾ വലിയ ധീരന്മാരും കരുത്തരായ പുരുഷന്മാരും എന്റെ കൈകളിൽ പാവകളെ പോലെയാവും. അവൻ എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകും. നീ എവിടെ നിന്നാണ് വരുന്നത്? നീ എങ്ങനെയാണ് ലീഡറായത്? അയാളൊരു ഒരു ഏലിയനാണെന്നല്ലേ നീ വിചാരിക്കുന്നത്? അവന് പറക്കാനും റോക്കറ്റുകളെ തള്ളിമാറ്റാനും കഴിയും. ഓഫ് കോഴ്സ് ഹീ ഈസ്. എങ്കിൽ കൃത്യമായി അവൻ എന്റെ കെണിയിൽ വീണെന്ന് കരുതാം. അപ്പോഴേക്കും വളരെ ലൗഡായ ഒരാളിൽ നിന്നുള്ള ഇന്റർവ്യൂ വഴി എനിക്ക് യഥാർത്ഥ സത്യം ലഭിച്ചിട്ടുണ്ടാവും. അവനെ തകർക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ പിന്നിലാണ്. ലോബോയുടെ ഭാഗ്യം. വെയിറ്റ്, നിങ്ങൾ ലോബോയെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണോ? അയാൾ സ്റ്റാർ ലാബ്സിൽ ലോക്കായി ഇരിക്കുകയാണ്. സോ അത്രയുള്ളൂ. നീ ലൂതറെ താഴെ ഇറക്കി. ഇപ്പോൾ ഫ്ലൈങ് മാനെ പറ്റിയിട്ട് ഒരു എക്സ്പോസ് തയ്യാറാക്കുകയാണ്. അല്ല, സ്വയം സൂപ്പർമാൻ എന്ന് വിളിക്കുന്ന ആ ഏലിയനെ കുറിച്ചുള്ള എന്റെ വിപ്ലവാത്മകമായ കണ്ടെത്തലിലൂടെ ഞാനൊരു പുലിറ്റ്സർ നേടാൻ പോവുകയാണ്. അവൻ അങ്ങനെ സ്വയം വിളിക്കാറില്ലല്ലോ. നോട്ട് ഫ്ലൈങ് മാൻ, നോട്ട് സൂപ്പർമാൻ. ക്ലാർക്ക് എന്നല്ല, തീർച്ചയായും ക്രിപ്റ്റോണിയൻ എന്നുമല്ല. നീ എന്നെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ആകാശത്ത് നിന്ന് ഒരാൾ വരുന്നത് കണ്ടാൽ മറുചോദ്യമില്ലാതെ വെടിവെക്കുക എന്നതാണ് അവരുടെ ആദ്യത്തെ രീതി. അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവർക്കെന്നെ അറിയില്ല. ഇനി എന്നെക്കുറിച്ച് അറിഞ്ഞ് എന്താകുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നിന്നെയാകാം. എന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ അവർ മറ്റൊരു രീതിയിൽ കണ്ടിരിക്കാം. ഒന്നെങ്കിൽ ഇതിനെല്ലാം നേരിട്ട് നേരിടുക, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ തല കുനിച്ച് എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടുക. ഇത് തെറ്റായ തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷേ നീ ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. എന്തിന്? കാരണം നീ ഞങ്ങളുടെ ആ പഴയ കൊച്ചുകുട്ടിയല്ല. സ്വന്തമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് മെച്യൂരിറ്റിയുള്ള ആളുകളുടെ ലക്ഷണം. ഓരോ തീരുമാനത്തിനും ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായുള്ള ഫലം ഉണ്ടാവും. അതിന് തയ്യാറായിരിക്കുക. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ഞങ്ങൾ അറിയാമോ? അറിയില്ല. ഡാഡിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കരള് പോയി, വൃക്ക പോയി, സ്പ്ലീൻ തകർന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ അവയവങ്ങൾ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ മുറിവ് തുന്നിക്കെട്ടാൻ പോവുകയാണ്. എനിക്ക് ആ ഉപകരണം തരൂ.